ഒരു കാലത്ത് ഇന്ത്യൻ ലഗേജ് വിപണിയിൽ VIP എന്നൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും എല്ലാം VIP യുടെ സ്യൂട്ട്കേസുകൾ നമുക്ക് കാണാമായിരുന്നു. ഈ കമ്പനിയെ ചരിത്രപരമായ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു സുധീർ ജാട്ടിയ. എന്നാൽ ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ VIP അദ്ദേഹത്തെ പുറത്താക്കി. 20 വർഷത്തെ കഠിനാധ്വാനവും വിശ്വസ്തതയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. നിശബ്ദനായി കമ്പനി വിട്ടെങ്കിലും ഇതിനൊരു മറുപടി നൽകണമെന്ന് സുധീർ മനസ്സിൽ ഉറപ്പിച്ചു. ആ മറുപടി ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തകർച്ചയുടെ വക്കിലായിരുന്ന സഫാരി എന്ന ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടായിരുന്നു. സഫാരി പിന്നീട് VIP യെയും അരിസ്റ്റോക്രാറ്റിനെയും മറികടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗേജ് ബ്രാൻഡായി മാറി. ഈ കഥ തുടങ്ങുന്നത് 1971-ലാണ്. 1971 ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്നത് ഭാരമേറിയ ഇരുമ്പ് ട്രങ്കുകളോ മരം കൊണ്ടുള്ള പെട്ടികളോ ഉപയോഗിച്ചായിരുന്നു. ദിലീപ് പിരാമൽ എന്ന യുവ വ്യവസായി നമ്മൾ എന്തിനാണ് ഇത്രയും ഭാരമുള്ള ലഗേജുമായി യാത്ര ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു. ഈ ചിന്ത VIP ഇൻഡസ്ട്രീസിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഹാർഡ് പ്ലാസ്റ്റിക് സ്യൂട്ട്കേസുകൾ വിപണിയിൽ എത്തിച്ചത് VIP ആയിരുന്നു. ഇത് യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കി. 1980-കളായപ്പോഴേക്കും VIP സാധാരണക്കാരന്റെ ആവശ്യമായി മാറി. നാസിക്, ജൽഗാവ് തുടങ്ങിയ നഗരങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിച്ച് വിതരണ ശൃംഖല രാജ്യമെമ്പാടും വ്യാപിപ്പിച്ചു. ഈ ചിട്ടയായ പ്രവർത്തനം VIP യെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ലഗേജ് നിർമ്മാണ കമ്പനിയാക്കി മാറ്റി. ഇതേ സമയത്ത് തന്നെ 1974 ചെറിയ രീതിയിൽ സഫാരി ഇൻഡസ്ട്രീസും രംഗത്തെത്തിയിരുന്നു. എങ്കിലും VIP യുടെ പ്രശസ്തിയുടെ 7 അയലത്തെത്താൻ സഫാരിക്കായില്ല. 1988 വിപണി വിഹിതം വർദ്ധിപ്പിക്കാനായി VIP യുടെ ഉടമ ദിലീപ് പിരാമൽ മറ്റൊരു ലഗേജ് ബ്രാൻഡായ അരിസ്റ്റോക്രാറ്റിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം സുഹൃത്തായ മോഹൻലാൽ ജാട്ടിയയുമായി കൈകോർത്ത് 50-50% ഓഹരി പങ്കാളിത്തത്തോടെ അരിസ്റ്റോക്രാറ്റിനെ സ്വന്തമാക്കി. എന്നാൽ റിസോഴ്സസും ശ്രദ്ധയും ദിലീപ് പിരാമലിന്റെ 100% ഉടമസ്ഥതയിലുള്ള VIP-ക്ക് മാത്രം ലഭിക്കുന്നതായി മോഹൻലാൽ ജാട്ടിയ മനസ്സിലാക്കി. അരിസ്റ്റോക്രാറ്റിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം തന്റെ മകൻ സുധീർ ജാട്ടിയയെ കമ്പനിയിലേക്ക് അയച്ചു. അങ്ങനെ 1991 21 വയസ്സുള്ള സുധീർ ജാട്ടിയ ഒരു ട്രെയിനിയായി അരിസ്റ്റോക്രാറ്റിൽ പ്രവേശിച്ചു. MBA ബിരുദമോ കോർപ്പറേറ്റ് അനുഭവമോ ഇല്ലാതെ എത്തിയ സുധീറിനെ പലരും നിസ്സാരമായി കണ്ടെങ്കിലും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അരിസ്റ്റോക്രാറ്റിനെ VIP-യുടെ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം ഡിസൈനുകളിൽ മാറ്റം വരുത്തി, ഉൽപാദന ചെലവ് കുറച്ചു, വിതരണം മെച്ചപ്പെടുത്തി. ഇതോടെ അരിസ്റ്റോക്രാറ്റ് വിപണിയിൽ ശക്തമായി തിരിച്ചെത്തി. 2003 ദിലീപ് പിരാമൽ സജീവ നേതൃത്വത്തിൽ നിന്ന് മാറാൻ ഒരുങ്ങിയപ്പോൾ സുധീർ ജാട്ടിയയെ VIP ഇൻഡസ്ട്രീസിന്റെ പുതിയ ഡയറക്ടറായി നിയമിച്ചു. സുധീർ ആദ്യം ചെയ്തത് VIP-യും അരിസ്റ്റോക്രാറ്റും തമ്മിലുള്ള മത്സരം ഒഴിവാക്കുക എന്നതാണ്. അദ്ദേഹം രണ്ട് ബ്രാൻഡുകൾക്കും വ്യക്തമായ വ്യക്തിത്വം നൽകി. VIP ബിസിനസ് യാത്രക്കാർക്കും ഉയർന്ന വരുമാനക്കാർക്കുമുള്ള പ്രീമിയം ബ്രാൻഡ് ആയപ്പോൾ അരിസ്റ്റോക്രാറ്റ് വിദ്യാർത്ഥികൾക്കും ഇടത്തരക്കാർക്കുമുള്ള ബഡ്ജറ്റ് ബ്രാൻഡായി മാറി. ഈ തന്ത്രം വിജയിച്ചതോടെ രണ്ട് ബ്രാൻഡുകളും ഒരുപോലെ വളർന്നു. സുധീർ മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നേടി. എന്നാൽ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി VIP-യെ പിടിച്ചുലച്ചു. സാംസണൈറ്റ്, അമേരിക്കൻ ടൂറിസ്റ്റർ തുടങ്ങിയ ആഗോള ഭീമന്മാർ ഇന്ത്യൻ വിപണി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ 2009 കമ്പനി ആദ്യമായി നഷ്ടം രേഖപ്പെടുത്തി. വിൽപ്പനയിൽ 30% ഇടിവുണ്ടായി. സമ്മർദ്ദത്തിന് വഴങ്ങാതെ സുധീർ ഒരു പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കി. അദ്ദേഹം താങ്ങാനാവുന്ന ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചെലവ് കുറയ്ക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമായി പ്രധാന ഘടകങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2010 VIP കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭമായ 50 കോടി രേഖപ്പെടുത്തി. നഷ്ടത്തിലായ ഒരു കമ്പനിയെ ഒരു വർഷം കൊണ്ട് ലാഭത്തിലാക്കിയതിന് സുധീറിന് വലിയ പ്രശംസ ലഭിച്ചു. ഈ വലിയ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് സുധീറിന് കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. VIP-യുടെ കമാൻഡ് ദിലീപ് പിരാമലിന്റെ മകൾ രാധിക പിരാമലിന് കൈമാറാൻ രഹസ്യമായി തീരുമാനമെടുത്തു. പുറത്ത് രാജി എന്ന് പറഞ്ഞെങ്കിലും സുധീറിനെ ഒഴിവാക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. VIP ഒരു കുടുംബ പാരമ്പര്യമായി മാറുകയായിരുന്നു. പുറത്താക്കപ്പെട്ട സുധീർ നിരാശനായില്ല. അദ്ദേഹം വീണ്ടും കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. വിപണിയിൽ അവസരം തേടിയ അദ്ദേഹത്തിന്റെ കണ്ണുടക്കിയത് സഫാരി ഇൻഡസ്ട്രീസിലാണ്. 1980-കൾ മുതൽ ഉണ്ടായിരുന്നിട്ടും സഫാരി ഒരു വിസ്മരിക്കപ്പെട്ട ബ്രാൻഡായിരുന്നു. 2011 വാർഷിക വരുമാനം വെറും 72 കോടിയും ലാഭം 2.65 കോടിയുമായിരുന്നു. എന്നാൽ ഈ കമ്പനിയെ ഉയർത്തിക്കൊണ്ടുവന്നാൽ VIP-ക്ക് ഒരു വെല്ലുവിളിയാക്കാമെന്ന് സുധീർ കണ്ടു. ഏറ്റവും പ്രധാനമായി ഇവിടെ അദ്ദേഹത്തിന് ബോർഡ് റൂം പൊളിറ്റിക്സ് ഇല്ലാതെ പൂർണ്ണമായ നിയന്ത്രണം ലഭിക്കുമായിരുന്നു. സുധീർ തന്റെ വ്യക്തിപരമായ സമ്പാദ്യം ഉപയോഗിച്ച് ഏകദേശം 29 കോടി നിക്ഷേപിച്ച് ഭൂരിപക്ഷം ഓഹരികളും വാങ്ങി. സഫാരിയുടെ പുതിയ CEO ആയി അദ്ദേഹം ചുമതലയേറ്റു. സഫാരിയുടെ തുടക്കം കടുപ്പമായിരുന്നു. ടീം പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു. സുധീർ ആദ്യം ചെയ്തത് കമ്പനിയുടെ സംസ്കാരം മാറ്റിയെടുക്കുക എന്നതാണ്. ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ശ്രദ്ധ.
ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തീരുമാനം സഫാരിയുടെ എല്ലാ റിപ്പയർ സെന്ററുകളും അടച്ചുപൂട്ടുക എന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ബാഗിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ പുതിയ ബാഗ് നൽകും, പക്ഷേ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം അത്ര മികച്ചതായിരിക്കും. ഒരു ബാഗിന് വീണ്ടും റിപ്പയർ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഡിസൈനിലെ പിഴവാണ്. ഈ ചിന്താഗതി കമ്പനിയുടെ മുഴുവൻ ഉൽപാദന നിലവാരവും ഉയർത്തി. അടുത്തതായി അദ്ദേഹം വിതരണ ശൃംഖല മാറ്റിമറിച്ചു. VIP പരമ്പരാഗത ഡീലർമാരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സുധീർ മിഡിൽ ക്ലാസ് ആളുകൾ ഷോപ്പിംഗ് ചെയ്യുന്ന ബിഗ് ബസാർ, റിലയൻസ് ട്രെൻഡ്സ് പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളുമായി കൈകോർത്തു. പിന്നീട് ഇ-കൊമേഴ്സ് വിപ്ലവം വന്നു. മറ്റ് കമ്പനികൾ ഓൺലൈൻ വിൽപ്പനയെ ഭയപ്പെട്ടപ്പോൾ സുധീർ ഈ അവസരം മുതലെടുത്തു. അദ്ദേഹം ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ-കൊമേഴ്സ് ഭീമന്മാരുമായി നേരിട്ട് സഹകരിച്ചു. മികച്ച കിഴിവുകളും സൗജന്യ ഡെലിവറിയും സഫാരിയെ ഓൺലൈൻ വിപണിയിൽ അതിവേഗം വളർത്തി. അധികം വൈകാതെ സഫാരിയുടെ മൊത്തം വിൽപ്പനയുടെ 30% ഓൺലൈൻ വഴിയായി. 2019 ആയപ്പോഴേക്കും സഫാരിയുടെ വരുമാനം 78 കോടിയിൽ നിന്ന് ഏകദേശം 600 കോടിയായി ഉയർന്നു. 2020 COVID-19 വന്നപ്പോൾ യാത്രാ വ്യവസായം സ്തംഭിച്ചു. ലഗേജ് വ്യവസായം തകർന്നു. 80 കോടിയുടെ കടബാധ്യതയുണ്ടായിരുന്ന സഫാരി പാപ്പരത്വത്തിന്റെ വക്കിലായിരുന്നു. മിക്ക കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിടുകയും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തപ്പോൾ സുധീർ ജാട്ടിയ മനുഷ്യത്വപരമായ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ആദ്യം സ്വന്തം ശമ്പളം പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. വീട് പണയപ്പെടുത്തി വായ്പയെടുത്തു, കാർ വിറ്റു, നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചു. ഈ തുക ഉപയോഗിച്ച് വരുമാനമില്ലാതെ 9 മാസം വരെ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. മാർച്ച് 2020 അദ്ദേഹം ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ ഇങ്ങനെ കുറിച്ചു: ആരുടെയും ശമ്പളം കുറയ്ക്കില്ല, ആരുടെയും ജോലി നഷ്ടപ്പെടില്ല, നമ്മൾ ഒരുമിച്ചുണ്ടാകും. കോവിഡിന്റെ 2ാം തരംഗത്തിൽ ജീവനക്കാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ കോവിഡ് വന്നാൽ ചികിത്സാ ചെലവ് മുഴുവൻ സഫാരി വഹിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ നീക്കം ജീവനക്കാരുടെ വിശ്വാസം ഉറപ്പിച്ചു. സുധീറിന്റെ ഈ ത്യാഗം കമ്പനിക്ക് വലിയ മുതൽക്കൂട്ടായി. വിപണി വീണ്ടും തുറന്നപ്പോൾ സഫാരി മാത്രമായിരുന്നു സപ്ലൈ ചെയിൻ സജ്ജമാക്കിയിരുന്ന ഏക കമ്പനി. ഈ ശക്തമായ അടിത്തറയിൽ സഫാരി അതിവേഗം വളർന്നു. ഫിസ്ക്കൽ ഇയർ 2020 686 കോടിയായിരുന്ന സഫാരിയുടെ വരുമാനം 2024 1550 കോടി കടന്നു. സഫാരിയുടെ മാർക്കറ്റ് ക്യാപ് 12,000 കോടി കടന്നു. VIP-യുടെ മാർക്കറ്റ് ക്യാപ് 6,800 കോടിയിൽ തുടർന്നു. സുധീർ ജാട്ടിയയുടെ നേതൃത്വത്തിൽ സഫാരി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ലഗേജ് കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികാരവും വിജയവും ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പാഠമായി നിലനിൽക്കുന്നു.